നമുക്ക് പത്രവാർത്തകളിലേക്ക് പോകാം. വരികൾക്കിടയിലൂടെ ആദ്യം നമുക്ക് മലയാള മനോരമയിൽ തുടങ്ങാം എന്ന് തോന്നുന്നു. കാരണം മലയാള മനോരമ ഇന്നും 2 മുഖപേജുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നൽകുന്നത് ഉടൻ അടി എന്ന വാർത്തയാണ്. അതായത് സമൂഹ മാധ്യമ ഉള്ളടക്കം നിയന്ത്രണം കടുപ്പിച്ച കേന്ദ്രം എന്ന ഉപതലക്കെട്ടോടെ ഉടൻ അടി ചേർത്ത് വായിച്ചാൽ ഉടനടി നടപടി എന്നാണ്. കോടതിയോ സർക്കാരോ പറഞ്ഞാൽ 3 മണിക്കൂറിനകം ഉള്ളടക്കം നീക്കണം. വ്യക്തിഗത പരാതികളിലും നടപടിക്കുള്ള സമയപരിധി കുറച്ചു. 20 മുതൽ ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. അതായത് പരാതി പരിഹാര സമയപരിധി, കോടതി സർക്കാർ ഉത്തരവ്, വ്യക്തിഗത പരാതികൾ, അങ്ങനെ ഒരു രൂപഘടന കൂടി കാണിച്ചുകൊണ്ടാണ് ഈ വാർത്ത മനോരമ നൽകിയിരിക്കുന്നത്. കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ഗ്രാഫിക്കലി ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ അടക്കമുള്ള ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിയമവിരുദ്ധ ഉള്ളടക്കം വിലക്കി കോടതിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉത്തരവ് ലഭിച്ചാൽ കമ്പനികൾ തുടർ നടപടിയെടുക്കേണ്ട സമയം 36 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറാക്കി കുറച്ചു. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് നടപടിയെടുക്കാം. വളരെ കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ വേണം. കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാര്യം കുത്തഴിഞ്ഞ മട്ടിൽ കാളപെറ്റുടൻ കയറെടുക്കുന്ന രീതിയാണ്, ആർക്കും എന്തുമാകാം എന്നുള്ള രീതി മാറിക്കിട്ടുമല്ലോ. മറ്റൊരു വാർത്ത, അഭിഭാഷക കമ്മീഷണർക്ക് കുരുക്കായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. നമ്മൾ ഇന്നലെ ഡിബേറ്റിൽ ചർച്ച ചെയ്യുകയും ചെയ്ത വിഷയമാണ്. ഭക്തരിൽ നിന്ന് നേരിട്ട് സ്വർണം സ്വീകരിച്ചു എന്നാണ് കൊടിമര പ്രതിഷ്ഠയ്ക്ക്. ശബരിമലയിലെ 2017 കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് അന്ന് മേൽനോട്ടത്തിന് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷന് എതിരെയാണെന്നാണ്. അതായത് ആർക്കും എന്തുമാകാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയിൽ ഒന്നും പേടിക്കാനില്ല എന്ന് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ വരെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇനി എന്തൊക്കെ പുറത്തു വരാനിരിക്കുന്നു എന്നതാണ്. അതായത് ദേവസ്വം ബോർഡിനെതിരെ കൃത്യമായ പരാമർശങ്ങളില്ല. പക്ഷേ ഭക്തരിൽ നിന്ന് സ്വർണം സ്വീകരിക്കേണ്ട ആളല്ല അഭിഭാഷക കമ്മീഷൻ. അതിന് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ദേവസ്വം ബോർഡ് അധികാരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മാറി മറിയുകയാണ്. മുന്നിൽ നിർത്തിയുള്ള പ്രയോഗമായിരുന്നു. ആരാണ് ഇതിൽ നേട്ടം ഉണ്ടാക്കിയത്? ഈ ആലില എവിടെ പോയി? അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അന്നും പോറ്റി ഉണ്ടായിരുന്നു എന്ന ഒരു ഉപതലക്കെട്ടോടെ ഒരു വാർത്തയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി 2017 കൊടിമരത്തിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്ന കാലത്ത് 18-ാം പടിക്ക് ഇരുവശവും മണിമണ്ഡപം നിർമ്മിക്കുന്നതിനുള്ള സ്പോൺസറായി രംഗത്തെത്തിയിരുന്നു എന്നാണ്. പോറ്റിയാള് ചില്ലറക്കാരനല്ല. പക്ഷേ ഒരു ഭാഗ്യമുള്ളത് ഇപ്പോൾ ED സജീവമായി നിൽപ്പുണ്ട്. അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. മറ്റൊരു വാർത്ത കൂടി, വിദ്യാർത്ഥി യൂണിയനെ അസാധുവാക്കി VC. കേരള സർവകലാശാലയിലേക്ക് SFI മാർച്ച് അക്രമം. കാലാവധി ഈ മാസം 28-ന് അവസാനിക്കാനിരിക്കെ. അതെ, വിദ്യാർത്ഥി യൂണിയനെ അസാധുവാക്കി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം വൈസ് ചാൻസലറാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇന്നലെ എന്തെല്ലാം കോപ്രായങ്ങളാണ് SFI അവിടെ കാട്ടിക്കൂട്ടിയത്. SFI കാലങ്ങളായി അത് UDF ഭരിച്ചാലും അവരുടെ അപ്രമാദിത്വമായിരുന്നു. പക്ഷേ PC കാലത്ത് കൃത്യമായി വടിയെടുത്തു എന്നുള്ളതാണ്. ശരി, ഒരു വാർത്ത കൂടി 9-ാം പേജിലാണ് മനോരമ നൽകിയിട്ടുള്ളത്. അത് ചെറിയൊരു വാർത്തയായി നൽകിയിരിക്കുന്നു. പക്ഷേ ജനങ്ങളെ, ആസ്വാദകരെ, ചലച്ചിത്ര ആസ്വാദകരെ വലിയ അളവിൽ ബാധിക്കുന്ന ഒരു വാർത്തയാണ്, വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. സിനിമാ ടിക്കറ്റ് നിരക്ക് 5 മുതൽ 15 രൂപ വരെ കൂടാൻ സാധ്യത. ഇന്ന് ആസ്വാദനത്തിനായി തിയേറ്ററിൽ പോയി 2-2.5 മണിക്കൂർ ഇരുന്ന് സിനിമ ആസ്വദിക്കുന്നവരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. സൗകര്യങ്ങളും കൂടി, ആസ്വദിക്കുന്നവരുടെ എണ്ണവും കൂടി. അപ്പോഴാണ് കൃഷ്ണരാജിനൊക്കെ അത് പ്രശ്നമാണ്. സിനിമ കാണുന്ന ആളാണ്. 5 മുതൽ 15 വരെ ടിക്കറ്റ് കൂടാൻ സാധ്യതയുണ്ടെന്നാണ്. ഈ മാളുകളിൽ ഉന്നത നിലവാരമുണ്ടെന്ന് കരുതപ്പെടുന്ന തിയേറ്ററുകളിലൊക്കെ അല്ലെങ്കിൽ തന്നെ 200, 250, 300 ടിക്കറ്റ് റേറ്റ്. പിന്നെ നമ്മുടെ കൈരളി, നീള, ശ്രീയൊക്കെ 140, 150 ടിക്കറ്റ് നിരക്ക്. എങ്കിലും ഈ കൂടുന്നത് 15 രൂപ വരെയാണ് എന്നോർക്കണം. ഇത് TB ലാലിൻ്റെ വാർത്തയാണ്. TB ലാൽ പ്രിയപ്പെട്ട ഒരു സുഹൃത്തും ജ്യേഷ്ഠനും ഒക്കെയാണ്. അപ്പോൾ ചെറുതാണ് ആ വാർത്തയെങ്കിലും വലിയ അളവിൽ ജനങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള, സിനിമാ ആസ്വാദകരെ ബാധിക്കാൻ സാധ്യതയുള്ള വാർത്തയാണ്. ഇനി നമുക്ക് ജന്മഭൂമിയിലേക്ക് വരാം. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു വാർത്ത. അതായത് എല്ലാവരും ആ രീതിയിലല്ല അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയ രംഗം കുറ്റമറ്റതാകാൻ വ്യക്തിഗുണമുള്ളവർ കടന്നു വരണം എന്ന് ദത്താത്രേയ ഹൊസബാളെ പറഞ്ഞ വാർത്ത. അതായത് ഇന്നലെ അദ്ദേഹം കോഴിക്കോടായിരുന്നു പരിപാടി. RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബാളെ കോഴിക്കോട് പ്രേരണ പരിപാടിയിൽ യുവജനങ്ങളുമായി സംവദിക്കുമ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം രാഷ്ട്രീയ രംഗം കുറ്റമറ്റതാകണമെങ്കിൽ വ്യക്തിഗുണമുള്ളവർ രാഷ്ട്രീയത്തിൽ കടന്നു വരണം എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയും
ഇത്തരത്തിൽ ഗുണകരമാകണമെങ്കിൽ വ്യക്തിഗുണമുള്ളവർ തന്നെ അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരണം എന്നുള്ള വാർത്തയാണ് ജന്മഭൂമി നൽകുന്നത്. മറ്റൊരു വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കേരള സർവകലാശാലയിൽ മണിക്കൂറുകളോളം SFI അക്രമികളുടെ അഴിഞ്ഞാട്ടം എന്നുള്ള വാർത്ത 1-ാം പേജിൽ ജന്മഭൂമി വിശദമായി നൽകിയിട്ടുണ്ട്. അതിന് 2 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ ഇടിവണ്ടി തൊഴിക്കുന്ന SFI പ്രവർത്തകരുടെ പടമുണ്ട്. അതുപോലെ തന്നെ SFI ആസ്ഥാനത്ത് കടന്ന SFI അക്രമികളിൽ ഒരാൾ ലാത്തി പിടിച്ചു വാങ്ങി പോലീസിനെ ആക്രമിക്കാൻ തുനിയുന്നതിൻ്റെ ചിത്രവും ജന്മഭൂമി 1-ാം പേജിൽ വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ പേജ് എല്ലാ അർത്ഥത്തിലും സമ്പന്നമാണ്. വിചാരം എന്നുള്ള പേജിൽ മുഖത്ത് അടിയേറ്റ് മമതാ സർക്കാർ, അതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. അതായത് ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥികളടക്കം വായിക്കേണ്ട ഒരു എഡിറ്റോറിയലാണിത്. അത് SIR-ൽ ഒരു തടസ്സവും അനുവദിക്കില്ലെന്നും അതിനുള്ള നിർദ്ദേശങ്ങൾ തങ്ങൾ തന്നെ നൽകുമെന്നും സുപ്രീം കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. SIR നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ എത്രയും വേഗം ഇലക്ട്രൽ ഓഫീസർമാർക്ക് മുന്നിൽ ഹാജരാകണം എന്ന നിർദ്ദേശവും കോടതി നൽകി. കാര്യം ഉറപ്പുവരുത്തണമെന്ന് ബംഗാൾ സർക്കാരിനോടും കോടതി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വാർത്ത നൽകിയിരുന്നു. മമതാ ബാനർജി നേരിട്ട് വന്ന് കേസ് വാദിച്ചതൊക്കെ വളരെ വാർത്തയായി നൽകിയിരുന്നു. പക്ഷേ ഈ ബംഗാൾ സർക്കാരിനെതിരെ കോടതി നൽകിയ ഈ ഒരു ഉത്തരവ് അത് വലിയ പ്രാധാന്യത്തോടെ പ്രമുഖ പത്രങ്ങൾ കൊടുത്തിട്ടില്ല. പക്ഷേ ജന്മഭൂമി ഇന്നത് എഡിറ്റോറിയലായി തന്നെ കൊടുത്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ സ്മൃതി ദിനമാണ്. അധികാരത്തിന് മേൽ ധർമ്മത്തെ പ്രതിഷ്ഠിച്ച ദാർശനികൻ എന്നുള്ള വിശദമായ ഒരു ലേഖനം കാഭ സുരേന്ദ്രൻ്റെതായി അതിലുണ്ട്. അത് രാഷ്ട്രീയ നിരീക്ഷകർക്കും രാഷ്ട്രീയം പഠിക്കുന്നവർ ഒക്കെ വായിച്ചിരിക്കേണ്ട ഒരു എഡിറ്റോറിയൽ പേജാണ് അത്. പിന്നീട് ഉൾപേജിലേക്ക് വരുമ്പോൾ കൃഷ്ണരാജ് ഈ സ്പോർട്സിലൊരു വാർത്ത വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. അതായത് ലോകകപ്പ് കാലത്ത് താരങ്ങൾക്കൊപ്പം ഭാര്യമാർ വേണ്ട എന്നുള്ള ഒരു വാർത്ത മുമ്പ് സംഭവിച്ചിട്ടുള്ളതാണ്. ഭാര്യമാരൊപ്പം ഉണ്ടെങ്കിൽ എന്താണ് കുടുംബം എന്ന ബന്ധത്തിലേക്ക് മാത്രം ചുരുങ്ങി പോകുമോ താരങ്ങൾ എന്ന പേടിയുണ്ട്. അല്ലെങ്കിൽ തന്നെ ക്രിക്കറ്റ് കുടുംബം അത് വേണ്ട, ക്രിക്കറ്റിലേക്ക് കളിക്കുന്നവർക്ക് ടെൻഷൻ കൂടും. ടെൻഷൻ കൂടുമെന്നുണ്ട്. ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ ടെൻഷൻ കൂടുമെന്നാണോ എന്താണെന്നറിയില്ല. അങ്ങനെയൊന്നുമില്ല. അതെ, എന്തായാലും ആ ഒരു വാർത്ത ജന്മഭൂമി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാന പേജിലേക്ക് വരുമ്പോൾ സച്ചിദാനന്ദൻ്റെ അഭിപ്രായത്തിന് പിന്നിൽ ഡൽഹി ദൗത്യം, CPM-ന്റെ അനുനയ നീക്കം പാളി എന്നുള്ളൊരു വാർത്ത. അതായത് സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വലിയ വാർത്തയായിരുന്നു. ഡൽഹി ലോബി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള വളരെ വേറിട്ട ഒരു വാർത്തയാണ് ജന്മഭൂമി ഇന്ന് കൊടുത്തിട്ടുള്ളത്. അതായത് TS നീലാംബരൻ്റെ വാർത്തയാണ്. അതായത് ഈ കോൺഗ്രസ് തുടർച്ചയായി പരാജയപ്പെടുന്നത് മൂലം ഇന്ത്യ സഖ്യത്തിന് ഒരു ഇടിവ് വരുന്നു. അങ്ങനെ വരാതിരിക്കാൻ CPM ബംഗാളിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഒരു തവണ കോൺഗ്രസ് വന്നോട്ടെ എന്നുള്ള തരത്തിൽ ഒരു ലോബി സച്ചിദാനന്ദനെ സ്വാധീനിച്ചു എന്നുള്ള തരത്തിലാണ് നീലാംബരൻ. ശരി, നമുക്കിനി മാതൃഭൂമിയിലേക്ക് വരാം. മാതൃഭൂമിയിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത AI-ക്ക് കടിഞ്ഞാണെന്നാണ്. മനോരമയിൽ നമ്മളത് വായിച്ചതാണ്, ഉടനടി എന്ന തലക്കെട്ട്. പക്ഷെ ഇതിൽ ശ്രദ്ധേയമായ ഒന്ന്, ഈ AI കാലമാണല്ലോ. അപ്പോൾ AI ദൃശ്യങ്ങൾ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതിൽ കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. നിർമ്മിത ബുദ്ധി അഥവാ AI ഉപയോഗിച്ചും മറ്റും സൃഷ്ടിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോയും ചിത്രങ്ങളും നീക്കണമെന്ന അധികൃതരുടെ ഉത്തരവ് ലഭിച്ചാൽ 3 മണിക്കൂറിനകം നീക്കണം. അതായത് വെറുതെ എന്തെങ്കിലും സൃഷ്ടിച്ചെടുത്ത് പോസ്റ്റ് ചെയ്യൽ പരിപാടി ഇനി നടക്കില്ല. മാത്രമല്ല, നിങ്ങളത് കൃത്രിമമായി നിർമ്മിച്ചതാണോ, കൃത്രിമമായി ശബ്ദം നൽകിയതാണോ എങ്കിൽ അത് എഴുതി കാണിക്കണം. അതായത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, ഹെൽമറ്റ് ഉപയോഗിക്കാതെ വാഹനങ്ങൾ സഞ്ചരിക്കരുത് തുടങ്ങിയ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സിനിമകളിൽ പോലും വരാറുണ്ട്. അതുപോലെ യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള ചിത്രങ്ങളും വീഡിയോകളും ശബ്ദങ്ങളും കൃത്രിമമായി സൃഷ്ടിച്ചതാണെങ്കിൽ അക്കാര്യം എഴുതി കാണിക്കണം എന്നാണ്. അത് വളരെ വളരെ അഭിനന്ദനാർഹമായ ഒരു തീരുമാനമാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇനി 5-ാമത്തെ പേജിലേക്ക് പോയാൽ അവിടെ ഒരു വാർത്തയുള്ളത്, തലസ്ഥാനത്തെ ഭൂമി തട്ടിപ്പ്, ആദ്യം തിരക്കഥ പിന്നെ കാസ്റ്റിംഗ് എന്നതാണ്. സബ് രജിസ്ട്രാർ ഉൾപ്പെടെ വലയിലായി. ആദ്യം കെട്ടുറപ്പുള്ള തിരക്കഥ തയ്യാറാക്കി, പിന്നാലെ രൂപസാദൃശ്യമടക്കം അനുയോജ്യരായ കഥാപാത്രങ്ങളെ കണ്ടെത്തി. എല്ലാം പ്ലാൻ പ്രകാരം മുന്നോട്ട് പോയി, പക്ഷേ വിജയിച്ചു എന്ന് കരുതിയ തട്ടിപ്പ് നാടകം അവസാന നിമിഷം പൊളിഞ്ഞപ്പോൾ വെളിവായത് കേരളം കണ്ടിട്ടില്ലാത്ത ക്രിമിനൽ ബുദ്ധി എന്നാണ്. തലസ്ഥാനത്ത് 10 കോടിയുടെ ഭൂമി തട്ടിപ്പിനൊടുവിൽ സബ് രജിസ്ട്രാർ കൂടി അറസ്റ്റിലായി എന്ന വാർത്ത നൽകുന്നുണ്ട്. ഇനി 8-ാമത്തെ പേജിൽ മറ്റൊരു വാർത്ത ഉള്ളത്, ആകർഷണീയതയിൽ നിന്ന് ആസക്തിയിലേക്ക് എന്ന വാർത്തയാണ്. അവിടെ ഈ ഹല്യു അല്ലെങ്കിൽ കൊറിയൻ തരംഗം ഇന്ത്യയിൽ ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. K-pop മുതൽ K-ഡ്രാമയും K-ബ്യൂട്ടിയും K-ഫുഡും ഒക്കെ ഇന്ത്യൻ യുവതയുടെ ജീവിതത്തിൻ്റെ സ്വപ്നമായി. ഈ കൊറിയൻ
സൈറ്റുകളോട് സ്വാധീനം, കഴിഞ്ഞ ഒരു മരണമൊക്കെ സംഭവിച്ചാണല്ലോ, ആത്മഹത്യയിലേക്കൊക്കെ പോയതാണ്. ഈ കൊറിയൻ തരംഗമുണ്ടാക്കുന്ന പ്രശ്നം ഇന്ത്യൻ സംസ്കാരവുമായുള്ള അതിൻ്റെ ബന്ധമൊക്കെ കൃത്യമായി പറഞ്ഞു വെക്കുന്ന എഡിറ്റോറിയൽ പേജിലെ ഒരു കാര്യമാണ്. ആ ഒറ്റ വരിയിൽ തലക്കെട്ടിലെല്ലാം ഉണ്ട്. ആദ്യം ആകർഷിക്കും, പിന്നെ ആസക്തി ഉണ്ടാക്കും എന്നാണ്. ആകർഷണീയതയിൽ നിന്ന് ആസക്തിയിലേക്ക് എന്ന വാർത്തയാണ് നൽകുന്നത്. 10ാമത്തെ പേജിൽ കുഞ്ഞികൃഷ്ണന് പിന്നിലാര് എന്ന വാർത്ത വരുന്നു. അന്വേഷണവുമായി CPM പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ നിരീക്ഷിച്ച് കാരണം തേടുന്നു എന്നാണ്. അതായത് കുഞ്ഞികൃഷ്ണൻ എന്ത് സ്വാധീനമാണ് ഈ പുറത്താക്കിയതിലൂടെ CPMന് അവിടെ പ്രതിസന്ധിയായി വരുന്നത് എന്ന വാർത്ത. അതായത് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി ബോർഡുകൾ ഉയരുകയും സാമൂഹിക മാധ്യമങ്ങളിൽ വീരപരിവേഷം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പിന്നിലാര് എന്നത് തേടുകയാണ് CPM. അതായത് തെറ്റ് ചൂണ്ടിക്കാട്ടിയ, വലിയൊരു അഴിമതി ചൂണ്ടിക്കാട്ടിയ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തും ആർക്ക് നേരെയാണോ അഴിമതി ചൂണ്ടിക്കാട്ടപ്പെട്ടത് അയാൾക്ക് വേണ്ടി പാർട്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. അതാണല്ലോ നമ്മൾ ഈ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും ഒക്കെ കാര്യത്തിൽ കണ്ടത്. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വാർത്തയാണ്. 16ാമത്തെ പേജിലേക്ക് വന്നാൽ VS സുകുമാർ അനധികൃത സ്വത്ത് സമ്പാദിച്ചില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട്. ഒന്നും ഇനിയും പിടികിട്ടിയിട്ടില്ല. സുഹൃത്തുക്കൾക്കും ഡ്രൈവർക്കും സ്വത്ത് സമ്പാദിച്ചു എന്നതിനെ കണ്ടെത്തലുണ്ട്. പക്ഷെ ശിവകുമാർ സ്വത്ത് സമ്പാദിച്ചിട്ടേയില്ല. ക്ലീൻ ചിറ്റാണ് നൽകിയിരിക്കുന്നത്. അഴിമതിക്കാരനാക്കാൻ ഗൂഢശ്രമം നടന്നു വന്ന VS ശിവകുമാറിൻ്റെ പ്രതികരണവും അതിൽ നൽകുന്നുണ്ട്. അതെ, നമുക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇന്ന് നിശ്ചയിച്ച എല്ലാ പത്രങ്ങളും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കേരള കൗമുദിയിലേക്ക് വന്നാൽ കെട്ടിക്കിടക്കുന്ന 7 ലക്ഷം ജീവിതം എന്നുള്ളതാണ്. അതായത് ഫയൽ നീക്കം സ്തംഭനാവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഉദ്യോഗസ്ഥ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. 3 ലക്ഷത്തിലേറെ ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ഓരോ ഫയലും ഓരോ ജീവിതം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ 7 ലക്ഷത്തോളം ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ള വാർത്ത വലിയ പ്രാധാന്യത്തോടെ കേരള കൗമുദി 1-ാം പേജിൽ തലക്കെട്ടായി കൊടുത്തിട്ടുണ്ട്. അതാണ് കേരള കൗമുദിയിൽ. മറ്റൊന്ന് ദേശാഭിമാനിയിൽ ഒരു വാർത്ത കൂടി കൊടുത്തു പോകാൻ തോന്നുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കാൻ രാജ്യം. എന്ത് പണിമുടക്കാണ്? ഒരു ദിവസം പണിമുടക്കയിൽ എത്ര കോടി രൂപയാണ് നമുക്ക് അതിലൊരു ബോക്സ് വാർത്ത കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേരളവും നിശ്ചലമാകും. കേരളം മാത്രം ഇതിൽ കേരളവും നിശ്ചലമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശരിക്കും കേരളം നിശ്ചലമാകും എന്നാണ് ഉദ്ദേശിച്ചല്ലേ. അതായത് തൊഴിൽ കോഡുകൾ ഉൾപ്പെടെയുള്ള മോദി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ രാജ്യത്തെ തൊഴിലാളികൾ പണിമുടക്കും എന്നാണ് പറയുന്നത്. ഇളവന കരീമിന്റെ ഭാഷയൊക്കെ കേട്ടാൽ വളരെ കൗതുകം നമുക്ക് തോന്നും. കേരളത്തെ അങ്ങ് രാജ്യം മുഴുവൻ സ്തംഭിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ബംഗാളിൽ പോലും സ്തംഭിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ത്രിപുരയിൽ അങ്ങനെയാണ് അവസ്ഥ. പിന്നെ കേരളത്തിൽ ഒരു അവധി ദിവസത്തിന്റെ പ്രതീതി ഉണ്ടാക്കാമെന്നതിനപ്പുറം കോടാനുകോടി രൂപയുടെ നഷ്ടമുണ്ടാക്കാം എന്നതിനപ്പുറം എന്തിനാണ് സഖാക്കളെ ഈ സമരം എന്ന് സമരാഭാസം എന്ന് പറയുന്നത് എന്ന് ചോദിക്കാതെ വയ്യ. കാരണം ഒരു കുറെ നാളുകൾക്ക് ശേഷം വരുന്നൊരു പണിമുടക്കായതുകൊണ്ട് ഒരുപക്ഷെ വാഹനങ്ങൾ തടയാം, കാറ്റൂരി വിടാം, കല്ലെറിയാം, എന്ത് സംഭവിക്കാം. കാരണം INTUC-യും CIT-യും ഉണ്ടല്ലോ, BMS മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. മാത്രമല്ല കടകളിൽ കയറി ഭീഷണി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ചായ കുടിക്കാൻ പോയപ്പോ അടുത്തു നിന്നൊരാൾ പറഞ്ഞതാണ് നാളെ കട തുറന്നാൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട മലയാള പത്രങ്ങളൊക്കെ പറഞ്ഞു. ഹിന്ദുവിലേക്ക് വന്നാൽ വിജിലൻസ് കോർട്ട് വെർഡിക്റ്റ് ഓൺ ശബരിമല തന്ത്രീസ് ബെയിൽ പെറ്റീഷൻ ഓൺ ഫെബ്രുവരി 18. ഫെബ്രുവരി 18 ശബരിമല തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു എന്നുള്ള വാർത്ത ഹിന്ദു 1-ാം പേജിൽ വളരെ പ്രാധാന്യത്തോടെ. ചിലപ്പോൾ ഒരു കുറച്ചധികം സമയമായാലും പത്രവാർത്തകൾ പ്രേക്ഷകർക്ക് എപ്പോഴും താല്പര്യമാണ്. എല്ലാ പത്രങ്ങളും എല്ലാവർക്കും എന്നും വായിക്കാൻ പറ്റണം. അപ്പൊ നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പത്രം വായിക്കാൻ സമയം കിട്ടാതെ തിരക്കു പിടിച്ച് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരോ ഒക്കെ ഒന്ന് ജൻ TV ഓണാക്കി വെച്ചാൽ ഈ പത്രത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്നറിയാനാകും. ഏതായാലും പത്രവിശേഷം വരികൾക്കിടയിലൂടെ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം.